ഹലോ, ടേസ്റ്റി ഫുഡിൻ്റെ ഇഫ്താർ മീറ്റിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ആയിരുന്നു. കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ലാസ്റ്റിൽ ഒരു അടിപൊളി കിടിലും റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കല്ലേ കേട്ടോ. പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഉപ്മ. അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുക, കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഉപ്മ റെഡിയായി. അതിൽ നല്ല നട്ട്സും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ തന്നെ ഒരു വർഷം ഫുള്ളായിട്ട് ഭരണിയിലിട്ട് വെച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള അതുകൊണ്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ. അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. അടിപൊളി കിട്ടിലും ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് അവരുടെ മലബാർ പത്തൽപ്പൊടി. നാട്ടിൽ നിന്ന് പത്തൽപ്പൊടി ഒന്നും ഞാൻ ആരും കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പത്തൽപ്പൊടി നേരെ അവിടെ നിന്ന് എടുത്തു വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കുകയാണ്. ഞാൻ ഇറച്ചിപ്പിടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ പറയില്ല ആ ഐറ്റം. അപ്പോൾ ഇതാ ബീഫിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും സവോളയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇത്രയും കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കുക്കറിൽ വിസിലടുപ്പിച്ചെടുത്തു. അതിന് ശേഷം ഇതാ നമ്മുടെ പത്തൽപ്പൊടി ഇട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ചു, സാധാ വെള്ളം കേട്ടോ, അതൊഴിച്ച് മിക്സ് ചെയ്തു. നമ്മളെ പിടികളൊക്കെ ഉണ്ടാക്കി ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. ഒരു കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ആക്കേണ്ട കുഴക്കേണ്ട ഒന്നും വേണ്ട കേട്ടോ. വളരെ ഈസിയാണ്. ബീഫ് ഗ്രേവി ഞാനൊരു പാനിലോട്ട് മാറ്റി കൊടുത്തു. അതിലോട്ട് നമ്മുടെ കുഞ്ഞിപ്പത്തലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. പിന്നെ ഇതാ വറുത്ത തേങ്ങയാണ് എടുത്തത്. അതിലേക്ക് വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ അതിട്ട് നന്നായി ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളും ലാസ്റ്റ് തൂമിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ. കുറച്ച് കുഞ്ഞുള്ളിയും അതുപോലെ വേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് മാഷാ അല്ലാ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.